മുനമ്പം ഭൂമി വഖഫിൻ്റേതാണോ അല്ലയോ? അതാണ് കേരളത്തിൽ നടക്കുന്ന വലിയ ചർച്ച. വഖഫിൻ്റേതല്ല, ഇത് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ് എന്നാണ് അവിടെ സമരം ചെയ്യുന്നവർ പറയുന്നത്. സമരപന്തൽ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അക്കാര്യത്തിൽ സംശയമേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു മുനമ്പം ഭൂമി വഖഫിൻ്റേതല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു 10 മിനിറ്റ് എനിക്ക് തരൂ, ഞാൻ ഈ പ്രശ്നം പരിഹരിച്ച് കാണിച്ചു തരാം. സർക്കാരിന് 10 മിനിറ്റ് മതി പ്രശ്നം പരിഹരിക്കാൻ, അതില്ലെങ്കിൽ അടുത്ത UDF സർക്കാർ വരട്ടെ, വന്നാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് ഇതേ തുടർന്ന് വലിയ ചർച്ച നടന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ നിലപാട് പറഞ്ഞു, വഖഫ് ഭൂമിയല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞത് PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി തങ്ങളുമാണ്. എന്നാൽ KM ഷാജിയും ET മുഹമ്മദ് ബഷീറും പറഞ്ഞു മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ്, അതിൽ ഒരു മാറ്റവുമില്ല. പക്ഷേ അവിടെ ഒരു മാനുഷിക പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുമുള്ളത്. അതിന് നിയമ വഴി തേടണം. ഇതായിരുന്നു ET മുഹമ്മദ് ബഷീർ, KM ഷാജി എന്നിവരുടെ അഭിപ്രായം. KM ഷാജി ഒന്ന് കടത്തി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറയുന്നു വഖഫ് ഭൂമിയല്ല എന്ന്, അത് ഞങ്ങളുടെ അഭിപ്രായമല്ല, ആ അഭിപ്രായം മുസ്ലിം ലീഗിനില്ല എന്ന് വ്യക്തമായും പറഞ്ഞു KM ഷാജി. അതിനുശേഷം വി ഡി സതീശൻ ഒന്ന് മലക്കം പറഞ്ഞു. ഇന്ന് വടകരയിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണോ എന്ന അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന്. അതിന് വി ഡി സതീശൻ പറഞ്ഞ മറുപടിയുണ്ട്. മലക്കം അറിയുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിക്കോളൂ. അല്ല, അതെല്ലാം നമുക്ക് UDF ഒരു അഭിപ്രായമുണ്ട്. നേരത്തെ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം വന്നപ്പോ ലീഗ് നേതാക്കൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യദ് ജിഫ്രി തങ്ങളും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരുമിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. ഞാൻ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ അകത്ത് മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് നിസ്സാരമല്ല. അവര് അക്കാര്യത്തിൽ ഒരു ഉചിതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ഇടപെടലാണ് അവർ നടത്തിയത്. തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി എറണാകുളത്ത് പോയി ബിഷപ്പുമാരെ നേരിട്ട് കണ്ടു, വിശദമായി സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ഒഴിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടികളും ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് സാദിഖ് അലി തങ്ങൾ. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അക്കാര്യത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്ക് മറ്റൊരു അഭിപ്രായം എനിക്കില്ല എന്നാണ്. ഈ അഭിപ്രായം നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാണ് വഖഫ് ഭൂമിയല്ല എന്ന് വിളിച്ചു പറയാൻ തയ്യാറായത്? അത് നിയമപരമായ പ്രശ്നമാണ്, നിയമപരമായി പരിഹരിക്കണം, എത്രയും വേഗം പരിഹരിക്കണം എന്ന പക്വമായ ഒരു വാദമായിരുന്നില്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ട് വെക്കേണ്ടിയിരുന്നത്? അദ്ദേഹം എങ്ങനെയാണ് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത്? അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, എല്ലാ നിയമങ്ങളും എല്ലാ രേഖകളും എല്ലാ കോടതി ഉത്തരവുകളും ഞാൻ വിശദമായി പരിശോധിച്ചു. അതിനുശേഷം ഇതാ ഞാൻ പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല എന്നാണ് പറഞ്ഞത്. ആ ഘട്ടത്തിൽ തന്നെ അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനോട്, ഇത് വഖഫ് ഭൂമിയല്ല എന്നാണ് താങ്കളുടെ അഭിപ്രായമെങ്കിൽ അത് കോടതിയിൽ പറഞ്ഞാൽ പോരെ എന്ന്. എന്തുകൊണ്ടാണ് കോടതിയിൽ ഇക്കാര്യം പറയാത്തത് എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട്. അതിനു മുന്നിൽ പതറുന്ന വി ഡി സതീശനെയും നാം കണ്ടതാണ്. എന്തും വിളിച്ചു പറയുക എന്നതാണോ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വം എന്ന ചോദ്യമാണ് ഇവിടെ വീണ്ടും ഉയർന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് PV അൻവറെ കുറിച്ചാണ്. PV അൻവർ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. PV അൻവർ കോൺഗ്രസിൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് പുനഃസംഘടനയെക്കുറിച്ചും ചോദിച്ചു. അതേക്കുറിച്ച് യോഗങ്ങൾ നടക്കാനുണ്ട്, പുനഃസംഘടന ഇല്ല എന്ന് പറയുന്നില്ല. സന്ദീപ് വാര്യയുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്. അതും കൂടി നമുക്ക് കേൾക്കാം. ഡൽഹിയിലെ പാർലമെന്റ് അടക്കം KPCC പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന ഒരുപാട് നേതാക്കൾ പാർലമെന്റിലാണ്. അപ്പൊ കുറെ കമ്മിറ്റികളൊന്നും നടന്നിട്ടില്ല, സത്യമാണ്. അത് അദ്ദേഹം തിരിച്ചു വന്നാലേ നടക്കുള്ളൂ. KPCC പ്രസിഡന്റ്, സീനിയർ MP മാർ എല്ലാവരും ഡൽഹിയിലാണ്. അദ്ദേഹം തിരിച്ചു വന്ന കമ്മിറ്റിയും മറ്റു കൂടിയാലോചനകളൊക്കെ നടക്കും. മനസ്സിലായി?
എനിക്കറിയില്ല, എനിക്ക് എനിക്കറിയില്ല, എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയണേ? എനിക്കറിയില്ല, എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഒന്നും അറിയാൻ പാടാത്ത കാര്യത്തെ കുറിച്ച് ചോദിക്കണേ എനിക്ക് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടു ആ ഇന്റർവ്യൂ. നിങ്ങളൊരു കുറിപ്പ് ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. അതായത് ലീഡിംഗ് ക്വസ്റ്റ്യൻ, യെസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ചോദ്യം ഉണ്ട് അതിനകത്ത്. 24 അല്ലേ? 24 ഒരു കുറിച്ച് ചോദ്യം ചോദിച്ചു. അത് അദ്ദേഹം അത് വളരെ മനോഹരമായിട്ടാണ്. അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല, അദ്ദേഹം അങ്ങനെയൊന്നും അല്ല, അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ